ഏരൂരിലെ വിവിധ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവവും വർണ്ണാഭവും ആഘോഷവും വേറിട്ടതുമായി. ഏരൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സർക്കാർ LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സന്ധ്യ ബിനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രോജക്റ്റ് 13 ക്ലാസ് മുറികൾ, പഞ്ചായത്തിലെ 13 ക്ലാസ് മുറികൾ AC ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. AC എന്ന് പറയുന്നത് AC മാത്രമല്ല, സ്മാർട്ട് ആക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു മുഖ്യ പങ്ക് 13 ക്ലാസ് മുറി വരുമ്പോൾ സ്വാഭാവികമായും 3ലധികം ക്ലാസ് മുറികൾ ഏത് സ്കൂളിലായിരിക്കും അനുവദിക്കുന്നത്. അങ്ങനെ ഏത് സ്കൂളിലെ നമ്മുടെ ജില്ലയിലെ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ഗംഭീരമായ നമ്മുടെ PEC കൂടിയതിനു ശേഷം നമ്മുടെ സ്കൂളിന്റെ കുട്ടികളിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി വൃത്തിയാക്കുന്നതിനുള്ള തീരുമാനിക്കുകയും അത് നമ്മുടെ PTA-യും അതോടൊപ്പം തന്നെ അധ്യാപകരെ ഏറ്റെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. PTA-യും അധ്യാപകരും എനിക്ക് തോന്നുന്നു ഒറ്റയാഴ്ച കൂടുതലായി എല്ലാ ദിവസവും ഈ സ്കൂളിന്റെ ക്ലാസ് മുറികൾ കഴിവ് വൃത്തിയാക്കുന്നതിനും ഏറ്റവും സജീവമായി ഇടപെട്ടിരിക്കുന്ന അധ്യാപകരെയും PTA-യും ഈ അവസരത്തിൽ ഞാൻ പഞ്ചായത്തിന് അഭിപ്രായം ചെയ്യുകയാണ്. സമ്മാനങ്ങൾ നൽകിയും മധുരം നൽകിയുമാണ് പുത്തൻ കുരുന്നുകളെ വരവേറ്റത്. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. LSS പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V രാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ജയചന്ദ്രൻ, ഫൗസിയ ഷംനാദ, BRC കോർഡിനേറ്റർ ഷീന സോമരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏരൂർ പാണയം വെൽഫെയർ LP സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം വാർഡംഗം കൂടിയായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V രാജിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് G അജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരസമിതി അധ്യക്ഷ ദിവ്യ ജയചന്ദ്രൻ, സ്കൂൾ വികസന സമിതി അംഗം PG പ്രദീപ, PTA പ്രസിഡന്റ് ശ്രീകല, ബിനുരാജ്, സേതുനാഥ്, R ബാബു, ബിജു, മോനിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദീപാഞ്ജലി കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വേറിട്ട പരിപാടികളോടെയാണ് ഏരൂർ വിളക്കുപാറ മാതാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ഘോഷയാത്രയോടെയാണ് നവാഗതരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വെളിയിലുണ്ട്. 10 പേരാണ് ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ എഴുതുന്നത്. ഇപ്രാവശ്യം നമുക്ക് 31 പേര് വന്നപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൽ എഴുതാൻ 10 പേരേ ഉള്ളൂ. ഈ 10 പേരും മുഴുവൻ A+ വാങ്ങിക്കുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 10 പേർക്ക് മുഴുവൻ A+. നമ്മുടെ സ്കൂൾ വലിയ വാർത്ത വരുന്നു. എഴുതിയ മുഴുവൻ കുട്ടികൾക്കും 10 നമ്മുടെ എണ്ണം രണ്ടാമത്തെ കാര്യം, എഴുതിയ മുഴുവൻ കുട്ടികൾക്കും മുഴുവൻ A+ എന്നൊരു വാർത്ത നമ്മുടെ മാതാ സ്കൂളിനെ കുറിച്ച് വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാര് ശ്രമിക്കണം. ഓക്കെ ആണോ? എന്തി പോയോ ഇവരൊക്കെ? കൈപൊക്കിയവരൊന്നും കാണുന്നില്ല. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള സ്കൂൾ നമ്മൾ 5 വരെ പോകുന്നത്. ഇപ്പൊ അല്ലാതുള്ള കുട്ടികളൊക്കെ 5 വരെ ബാഗ് എടുത്ത് രാവിലെ ബസ്സിനകത്ത് തിക്കും തിരക്കും. നിങ്ങളെ 8 മണിക്ക് എവിടെ നിന്ന് 5 വിടണമെങ്കിൽ, ട്യൂഷൻ ഉണ്ടെങ്കിൽ 7 മണിക്ക് പോകണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും രാവിലെ വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ എണീറ്റ് കഷ്ടപ്പെട്ട് വേണം നമ്മളെ വിടാൻ. നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്.
നമ്മുടെ എത്രയും സ്നേഹം നിറഞ്ഞ ടീച്ചർമാരൊക്കെ ഉള്ള അവരെല്ലാം നിങ്ങളെ നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള സ്കൂൾ PTA പ്രസിഡന്റ് ഷംല അധ്യക്ഷയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത അജി, സ്കൂൾ പ്രഥമാധ്യാപിക നബീസത്ത്, സ്കൂൾ മാനേജർ നിഷ, പ്രിൻസിപ്പൽ അനി അലക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, ഏരൂർ.